എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയൂ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ഇദാ സലഹത്, ആ മാംസകഷ്ണം നന്നായാൽ സലഹൽ ജസദു കുല്ലു, ശരീരം മുഴുവനും നന്നായി, വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് നശിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു. ഏതാണത്? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഇവിടെ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ എല്ലാ തകർച്ചയുടെയും കാരണം നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയില്ലായ്മയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ ആദ്യം ഉണ്ടാക്കിയിടേണ്ടത് നമ്മുടെ മനസ്സിന്റെ തഖ്വയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കുറച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സമയത്തിനനുസരിച്ച് ഞാൻ പറയാം. എന്താ തഖ്വ ഫിൽ ഖൽബ്? അതായത് ഇത് രണ്ട് പാർട്ടാണ്. ഒന്ന്, ഹൃദയത്തിന്റെ തഖ്വ എന്ന് പറഞ്ഞാൽ ഒന്ന് അത്തഖല്ലി, മറ്റൊന്ന് തഹല്ലി. തഹല്ലി എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ കാലിയാക്കുക, തഹല്ലി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ നല്ല സംഗതികൾ ഇട്ടുകൊടുക്കുക. എന്താണ് സാധനം? ഒരു ബക്കറ്റിൽ ഇപ്പൊ കള്ള് ഒഴിച്ചിരുന്ന ഒരു ബക്കറ്റിൽ നമ്മൾ പാല് പാരാൻ പോവാണ്. ആദ്യം എന്ത് ചെയ്യണം? കള്ള എന്ന് പറ്റ ഒഴിവാക്കിയിട്ട് കഴുകി വൃത്തിയാക്കണം, അല്ലേ? എന്നിട്ട് പാലൊഴിച്ചാലല്ലേ നമുക്കത് അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കള്ളും പാലും കൂടി ചേർത്താൽ കള്ളു കൂടി ശുദ്ധിയാവുക, പാലും കൂടെ നാശാവുക? പാലും കൂടി നശിക്കലുള്ളൂ. അപ്പൊ ആദ്യം എന്ത് വേണം? ആ ബക്കറ്റ് ശുദ്ധീകരിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയമാകുന്ന ഈ ബക്കറ്റ്, അതിൽ നമ്മൾ പാലൊഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം അതിന് കള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി ശുദ്ധീകരിക്കണം. അതാണ് തഖല്ലി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കണം. ഒന്നാമത് തന്നെ ശുദ്ധീകരിക്കേണ്ടത് അഹങ്കാരത്തിൽ നിന്നാണ്. കിബിറിൽ നിന്നാണ് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്. എന്താ കിബിർ എന്ന് പറഞ്ഞാൽ? കിബിറിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഖർദലിൻ മിൻ കിബർ, അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, നബിയെ, ഞങ്ങൾ നല്ല കുപ്പായിട്ട് നടന്നാൽ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചാൽ ഇതൊക്കെ കിബിറാവൂ? അവിടെ നിന്ന് പറഞ്ഞു, അല്ല. എന്താ സാധനം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്തിട്ടുള്ള താരീഫ്, അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം നമ്മൾ ശ്രദ്ധിക്കണം. എത്ര നല്ല പോയിന്റാണെന്നറിയോ? നിങ്ങളൊക്കെ സാധാരണ പറയുന്നുണ്ടാവും കിബിർ എന്നില്ലേ, എന്താന്ന് മനസ്സിലാക്കണ്ടാവില്ല. ഓന്റെ കിഫർ കണ്ടില്ലേ എന്നറിയ ചില ആൾക്കാർ. കിഫർ എന്താ സാധനം? അതായത് ബതറുൽ ഹഖ് വ ഗംതുൻ നാസ്, ഇതാണ് കിബിർ. ബതറുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തോട് വിമുഖത കാണിക്കലും ജനങ്ങളെ ചവിട്ടിത്താത്തലാണ്. സത്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കൂല, മറ്റവനെ ചെറുതാക്കുക. ഓനാരാ എന്നോട് പറയാൻ? അവനാരാ എന്നോട് പറയാൻ? ഞാൻ അതിലേക്കറ വലിയവനാ, എനിക്ക് ഓൻ പറഞ്ഞ് കേൾക്കേണ്ട ബാധ്യത ഒന്നുമില്ല. നിങ്ങൾ മൊത്തത്തിൽ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ തലപ്പത്ത് ഇങ്ങനെ സംഗതി ഉണ്ടാവും. മതപരമായ സംഗതികളിൽ പോലും പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറില്ലാതെ തമ്മിലടിക്കുന്നെന്താ? മുസ്ലിമീങ്ങൾ ഇപ്പൊ തമ്മിലടിയല്ലേ? എന്താ ഇതിന്റെ കാരണം? പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ കാണാം, ബതറുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തോട് വിമുഖത കാണിക്കലും ജനങ്ങളെ ചവിട്ടിത്താത്തലും. പല കാരണങ്ങളെ കൊണ്ട് ഇതുണ്ടാവും. സമ്പത്ത് കൊണ്ടുണ്ടാവും, ഇൽമു കൊണ്ടുണ്ടാവും, അതുപോലെ തറവാട് കൊണ്ടുണ്ടാവും, സൗന്ദര്യം കൊണ്ടുണ്ടാവും, ഇങ്ങനെ പലതും കൊണ്ടുണ്ടാവും, ആരോഗ്യം കൊണ്ടുണ്ടാവും. എന്ത് നിലക്കാണെങ്കിലും മനസ്സിൽ അഹങ്കാരം അല്പമെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചേ പറ്റൂല്ലെങ്കിൽ അവന് സ്വർഗത്ത് കിടക്കാൻ സാധ്യമല്ല. ഖുർആനും ഹദീസൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ സംഗതികൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഏത് വലിയോനി ഒന്നിങ്ങോട്ട് പിടിച്ചു താത്ത എന്നുള്ളത് അള്ളാഹിന്റെ ഒരു സ്വഭാവമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ചുവന്ന ഒട്ടകം ഉണ്ടായിരുന്നു, അളുബ. ഭയങ്കര ഓട്ട. ഒരൊറ്റ ഒട്ടകത്തിന് ഇതിനെ മറികടക്കാൻ സാധ്യമല്ല. ആരൊട്ടകം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം. ഇതിനെ മറികടക്കാൻ ഒരു ഒറ്റ കുട്ടിക്കും സാധ്യമല്ല. ഒരു ഉണങ്ങിയ ഒട്ടകം കൊണ്ട് ഒരിക്കലും ഒരു അറാബി വന്നിട്ട് അടിച്ചോടിച്ചിന്റെ മുന്നിലേക്ക് ഓവർടേക്ക് ചെയ്ത് പോവുക ഇല്ലേ? നമ്മളൊരു കാറും കൊണ്ട് പോകുമ്പോ വേറൊരുത്തൻ അതിന് ഓവർടേക്ക് ചെയ്താൽ നമുക്ക് തോന്നും, ആരാവാൻ? ഓ എന്നെ മറികടക്കാൻ വിടാൻ പാടില്ല, പിന്നെ അടിച്ചു വിടുക. അതിലാണ് പോവുകയാണ് നേരെ ആഖിറത്തേക്ക്, ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് ഈ അറാബിയുടെ ഒട്ടകം മറികടന്നങ്ങ് പോയപ്പോ സഹാബത്തിനൊക്കെ ഒരു വിഷമം. കാരണം അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തെ മറികടക്കാൻ ഇയാൾ ആരാണ്? ഇത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ആരും അതിൽ വിഷമിക്കണ്ട, അയാൾ ഒട്ടകം മുന്നോട്ട് പോയതിൽ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. ഏതൊരു സംഗതിയും വലുതായി പോയാൽ അതിനൊന്നും കൊണ്ട് പിടിച്ച് താത്ത എന്നുള്ളത് അള്ളാന്റെ ഒരു സ്വഭാവമാണ്. നമ്മളൊക്കെ എത്ര നിസ്സാര സഹോദരന്മാരെ, അള്ളാൻ റസൂലിന്റെ ഒട്ടകത്തിനെ പിടിച്ച് അള്ള താത്തിയെങ്കിൽ. അപ്പൊ ആരും അങ്ങോട്ട് വലുതായിട്ട് ഞാൻ വല്യോനാന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. സമ്പത്ത് കൊണ്ട് കിബിർ തോന്നുന്നുണ്ടോ, ഉടനെ മരുന്ന് കൊടുക്കണം. എന്താണ് എന്റെ മരുന്ന്? സ്വത്തും സമ്പത്തും ഉണ്ടാവുമ്പോ ഞാൻ വലിയവനാണ്, എനിക്ക് എന്തും നടക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് സമ്പത്തിന്റെ നിസ്സാരതയാണ്. അള്ളാഹുവിന്റെ അടുത്ത് എന്താ അതിനുള്ള വില? ലൗ കാന ഹാദിഹി ദുനിയ ജനാഹ ബഉള ലമാ സഖൽ കാതറ ശർബതൻ മിമാ. ഒരു കൊതുകിന്റെ ചിറകിന് നാം കൊടുക്കുന്ന വിലയെങ്കിലും അള്ളാഹു തആല ഈ ദുനിയാവിന് മൊത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാഫിറിന് ഒരു ഇറക്ക് വെള്ളം അള്ളാഹു ഇവിടുന്ന് കൊടുക്കില്ലായിരുന്നു. ഒരു അവിശ്വാസിക്ക്, അള്ളാഹിനെ ധിക്കരിക്കുന്ന ഒരാൾക്ക് ഒരു ഇറക്ക് വെള്ളം അള്ളാഹു ഇവിടുന്ന് കൊടുക്കൂലായിരുന്നു എന്ന് പറയുന്നത്. എന്താ അതിന്റെ ഉദ്ദേശം? അള്ളാഹു തആലക്ക് ദുനിയാവിനെ സംബന്ധിച്ച് യാതൊരു വിലയില്ല. മറ്റേ ഹദീസ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കാണുന്നു. അവിടുന്ന് പറഞ്ഞു, ആർക്കെങ്കിലും വിലക്ക് വേണോ? വേണ്ട നബിയെ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ വേണ്ട, പിന്നെയല്ലേ ചത്തത്. എന്നാ വെറുതെ വേണോ? വെറുതെയും വേണ്ട നബിയെ. അവിടെ നിന്ന് പറഞ്ഞു, എന്നാ ഇതേമാതിരിയാണ് അള്ളാഹ്ക്ക് ദുനിയാവ്. ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കുക, മറ്റൊന്ന് ദുനിയാവിന്റെ ചതി മനസ്സിലാക്കുക. ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല പറയുന്നു, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹു വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതു സുമ്മ യഖീജ് ഫതറാഹു മുസ്ഫറാ സുമ്മ യകൂനു ഹുതാമാ വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയുക, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളി, തമാശ, അലങ്കാരം അല്ലേ? ദുനിയാവ് മുഴുവൻ കളിയാ. കളിയും തമാശ എല്ലാവർക്കും വേണ്ട, കളിയും തമാശയൊക്കെ അല്ലേ? ഒരു ഹരം വേണമല്ലേ? ഒരു നല്ല പരിപാടി നടക്കുകയാണെങ്കിൽ, പ്രസംഗം നടക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് ഒരു തമാശയൊക്കെ പറയില്ലെങ്കിൽ എന്ത് ഒരു മൊരമ്പം ക്ലാസ്, ആർക്കാ അത് കേൾക്കാൻ താല്പര്യം അല്ലേ? നീച്ചു പോകാൻ നോക്കൂ. എല്ലാത്തിലും കളി വേണം, തമാശ വേണം, അലങ്കാരം വേണം. മനുഷ്യൻ ഭംഗിയല്ലേ താല്പര്യപ്പെടുന്നത്? എല്ലാം വേണം ഭംഗി. കള്ളിന്റെ കുപ്പി നമുക്ക് ഈ ഭംഗിയോടുള്ള താല്പര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മദ്യത്തിന്റെയും വിഷത്തിന്റെയും കുപ്പികൾ വളരെ ഭംഗിയിൽ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കും. ഏത് സാധനവും, ചുരുക്കുള്ള വീട്, ചുരുക്കുള്ള ഭാര്യ, ചുരുക്കുള്ള കാറ്, ചുരുക്കുള്ള എല്ലാം ചുരുക്കുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യൻ ഏറ്റവും അവസാനമായിട്ട് ഈ ദുനിയാവിൽ എന്താ കിട്ടുന്നത്? ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? പറയൂ, എന്താണ്? 2 ലക്ഷം തുണിയല്ലേ? അത് കഴിഞ്ഞിട്ടൊരു സാധനം കിട്ടും നമുക്ക്. എന്താ? മയ്യത്തും കെട്ടില്ല. ലാസ്റ്റ് ഒരു വാഹനത്തിൽ നമ്മളെ കൊണ്ടേയാക്കും ഇല്ലേ? ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഓരോരോ പള്ളിക്ക് ചെന്ന് നോക്കി ഇപ്പൊ ഓരോരോ മയ്യത്തും കെട്ടിലെ ചൊറുക്ക് ഉണ്ടായ എന്താ ഉദ്ഘാടനം ചെയ്യാൻ തോന്നിപ്പോണ സൈസ്. കുട്ടികളൊക്കെ തൊട്ട് നോക്കി ഇടാ ചെന്ന് കടന്നു നോക്കടാ. പണ്ടൊക്കെ മയ്യത്തും കെട്ടിലാണ്ടാ മരിക്കാൻ തോന്നുമോ? ബേജാറ്. ഇന്ന് അങ്ങനെയല്ല. അവിടെ പോലും 25,000-50,000 രൂപകൾ സ്പോൺസർ ചെയ്യാണ്. അവിടെ എത്തി മനുഷ്യന് സൗന്ദര്യത്തോടുള്ള താല്പര്യം എന്നാണ് ഞാൻ പറഞ്ഞു. എന്തിനാണത്? എവിടേക്കാ അതിന്റെ പോക്ക്? ഏത് സൗന്ദര്യം അവസാനം കൊണ്ടേ വെക്കുന്ന ഇവിടെ മണ്ണിലല്ലേ? നമ്മൾ ഏറ്റവും സുന്ദരമാക്കും നമ്മുടെ മുഖം. ഈ കവളല്ലേ കബർ കൊണ്ടുപോയി വെക്കല്ലേ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ചുരുക്കം നമുക്ക് മതിയാവണില്ലല്ലേ? എന്താ സംഭവിക്കുന്ന അവിടെ എന്നറിയോ? അലദ്ദൂദുൽ خدود وغاص فيها أكولا للبهيات الترابي ركوب النعش أنساهم ركوبا على الخيل العتيقات النجابي. നല്ല സുന്ദരമായ കുതിരപ്പുറത്തുള്ള യാത്ര. ആ യാത്രയെ മുഴുവനും മറപ്പിച്ച് കളയുകയല്ലേ നമ്മൾ മയ്യത്ത് കട്ടിലുള്ള നമ്മുടെ യാത്ര. വലൈലുൽ ഖബ്രി അൻസാഹും ലിലൈലി ബിഹി ഉർസുൽ മലിഹാത്തിൻ നിഖാബി. സുന്ദരികളായ തരുണികളോടുകൂടി രാത്രി ചെലവഴിച്ച മണിയറയെ മുഴുവനും, വീടുകളെ മുഴുവനും, റൂമുകളെ മുഴുവനും മറപ്പിച്ച് കളയല്ലേ ഖബറിന്റെ രാത്രി. വഅൻസാഹും ലിഫുർഷിൻ നായിമാതി ലഹാ ഖദ് സുയ്യിനു ഫുർഷുത് തുറാബി. നല്ല മിനുസമായ വിരിപ്പുകൾ. അതിന് പകരം ഇപ്പൊ കിട്ടുന്നത് എന്താണ്? മണ്ണിന്റെ വിരിപ്പാണ്.